എന്റെ ചേച്ചി എനിക്കിങ്ങനെ നടക്കാൻ വയ്യ. ഞാനൊരു ഓട്ടോ വിളിച്ച് അങ്ങ് വീട്ടിൽ വന്നോളാം. വേണമെങ്കിൽ ചേച്ചിയും കയറിക്കോ, പൈസ ഞാൻ കൊടുത്തോളാം. എന്നിട്ട് നമ്മൾ ഓട്ടോറിക്ഷയിൽ പോയിട്ട് മെഡിക്കൽ ഷോപ്പിന് മുമ്പിൽ നിർത്തും. എന്നിട്ട് നീ നേരെ ബിവറേജിന്റെ ക്യൂ പോകും. അതല്ലേടാ നിന്റെ മെഡിക്കൽ സ്റ്റോർ? നടക്കത്തില്ല മക്കളെ. ഇനി മുതൽ ചേച്ചി അനിയനും ഓഫീസ് വിട്ട് പതുക്കെ നടന്നങ്ങ് വീട്ടിൽ പോകും. പിന്നെ നീ കള്ളു കുടിക്കുന്നതെന്ന് എനിക്കത് കാണണമല്ലോ. എനിക്കറിയാമല്ലോ, ഞാൻ ചോദിക്കാം. ഇതിനു വേണ്ടി എന്തെങ്കിലും ദ്രോഹം ഞാൻ ചേച്ചിയോട് ചെയ്തിട്ടുണ്ടോ? മക്കള് വാടാ, നമുക്ക് പോയാൽ മറക്കറി വാങ്ങിക്കടാ. വാ വാ. ചേച്ചി വേണ്ട, വേണ്ടാത്ത പണിക്ക് നിൽക്കരുത്. ബോധം കെട്ട് വീണാ എനിക്ക് വയ്യ, എടുത്ത് ആശുപത്രി കൊണ്ടുപോവാൻ. ചേച്ചി എന്തോ നീ ചെയ്ത്? സർക്കാർ ജീവനക്കാരൻ നാണം കെടുത്താൻ വേണ്ടിട്ട് എന്തോ നീ കാണിക്കുന്നത്? പുഴുണ്ടോ നോക്കണ്ടടാ. ഇപ്പൊ തന്നെ 1/2 കിലോക്ക് പുഴുണ്ടാ നോക്കി അകത്താക്കി. ഇനി കുറച്ച് പരിപ്പും സവാളയും കൂടെ എടുത്ത് തിന്നാ മതി. അകത്ത് കിടന്ന് സാമ്പാർ ആയിക്കോളും. വെണ്ടക്കൊക്കെ എന്തോ വില? 4 രൂപ കിലോക്ക്. 4 രൂപയോ? കിലോയ്ക്കല്ല, ഒരെണ്ണത്തിന്. എന്റെ ഈശ്വരാ, ഈ ഞെട്ടിക്കുന്ന സത്യങ്ങളൊക്കെ വിളിച്ചു പറയാൻ ഇയാൾക്ക് ചേച്ചിയെ കണ്ടോ? അയ്യോ, നന്ദിനി സാറായിരുന്നു, ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അപ്പൊ ഇവിടെ ഓരോരുത്തർക്കും ഓരോ വിലയല്ലേ? ഓരോരുത്തർക്കും ഓരോ വിലയല്ല. പക്ഷെ സാറിന് തരാൻ ഇവിടെ പച്ചക്കറി ഇല്ല. എന്തോ സാർ അന്ന് തല കറങ്ങി വീണതിന് ശേഷം ആ കട തുറക്കാൻ നാട്ടുകാർ ഇതുവരെ സമ്മതിച്ചിട്ടില്ല. എന്റെ കഞ്ഞുകൂടി പൊട്ടിക്കരുത്, ദയവ് ചെയ്ത് സാർ ഇവിടെ നിന്ന് പോ. അതൊക്കെ പോട്ടെ. 50 ഗ്രാം ഇഞ്ചിയും ഒരു 2-3 പച്ചമുളകും എടുത്തു. 2-3 പച്ചമുളക് അത് മതി ഒരു ഇഞ്ചിക്കറി വെക്കാനാ. അയ്യോ, അത് ഒരുപാടായി പോകുകയില്ല. ഒരുപാടാണ്, പക്ഷെ ഇഞ്ചിക്കറി അല്ലേ, പാഴാവൂല, ഇരുന്നോളൂ. ജാഫറെ, ഒരു 50 രൂപയുടെ വെട്ടുമലക്കറി എടുത്തു വെച്ചോ. സാമ്പാറിന് സ്കൂൾ വണ്ടി വന്നില്ലേ? ഇല്ല, അപ്പോഴത്തേക്ക് എടുത്തു വെച്ചാൽ മതി. ശരി. ഇനിയും പുഴുണ്ടാ നോക്കിയാ തിന്ന പുഴുവിനെല്ലാം കാശ് വാങ്ങിക്കോ അയാള്. അതെ, അയാള് പറഞ്ഞിട്ട് പോയതാ ചേച്ചിക്ക് പറ്റിയ ഐറ്റം. വെട്ടുമലക്കറി വാങ്ങണം, സാമ്പാറിനാണെന്ന് പറഞ്ഞാ മതി. അതിൽ ഉരുളക്കിഴങ്ങ് കാണും, സവാള കാണും, കടിയങ്ക, പച്ചക്ക, വെണ്ടക്ക, പച്ചമുളക്, വെള്ളരിക്ക, കറിവേപ്പില, എന്തിന് മുരിങ്ങ കോല് വരെ കാണും. സാമ്പാർ നല്ലേ പറ്റുള്ളൂ, ശിവയ്ക്ക് തോനെ ഇല്ലാതെ പറ്റൂല. അവിടെയാണ് നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കേണ്ടത്. സാമ്പാറിനാണെന്ന് പറഞ്ഞ് വാങ്ങിച്ചാലും നമ്മൾ സാമ്പാർ വയ്ക്കരുത്. നമുക്ക് ഈ ജാഫറിനെ പറ്റിക്കാം. കൊണ്ടുപോയി അവിയലോ തോരനോ എന്ത് വേണോ ഉണ്ടാക്കി കഴിക്കണം. ഈ മണ്ടൻ അറിയില്ലല്ലോ അത് ഐഡിയ കൊള്ളാം. എനിക്ക് എടുത്ത് ഒരു 50 രൂപയ്ക്ക് വെട്ടുമലക്കറി. സാമ്പാർ ഉണ്ടാക്കാൻ തന്നെ, തോരൻ ഉണ്ടാക്കാനേ അല്ല. നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ പറയാൻ പോകുന്നത്? അവൻ എന്തെങ്കിലും ഒരു ഐറ്റം കുറച്ചല്ലേ തരുള്ളൂ. അയ്യോ, എല്ലാ ഐറ്റം വേണേ. ശരി ശരി. നിനക്ക് കൊടുക്കട്ടെ സൂണ ഒരു 50 രൂപക്ക്? അയ്യോ, ഞാനൊരു ലോട്ടറി എടുത്തിട്ടുള്ളൂ. അത് അടിക്കുകയാണെങ്കിൽ സാമ്പാർ അവിയലൊക്കെ കൂട്ടുന്ന കാര്യം നമുക്ക് ആലോചിക്കാം. സുഗുണല്ലായിരുന്നോ കൂടെ? കത്തിയും പിടിച്ച് മേടിച്ച് 2 പടം കൊടുത്ത് വിടാമായിരുന്നു. നിനക്കറിയാകുണ്ടേ, അറിയാമെങ്കിൽ നീ ഇങ്ങനെ ഒരിക്കലും പറയില്ല. എടാ, അവൻ കൈവലിച്ചൊന്ന് ഇട്ട് തന്നാ മാത്രം മതി. കണ്ണ് തുറക്കുന്നത് മെഡിക്കൽ കോളേജിലെ ഫാനിന്റെ കീഴിലായിരിക്കും. ചിലപ്പോ തുറക്കേണ്ടേ വരില്ല. നീയൊക്കെ ഇങ്ങനെ പേടിച്ചാൽ അങ്ങനെ സുഗുണ. ആണാണെങ്കിൽ പ്രതികരണ ശേഷിയെങ്കിലും വേണം. എന്റെ പൊന്നു മോനെ, നല്ല 1-ാം തരം തല്ല് വീട്ടിൽ നിന്ന് സുലോചനയുടെ എനിക്ക് കിട്ടും. പിന്നെന്തിനാടാ ഹെലികോപ്റ്ററിൽ പോകുന്ന അടിയൊക്കെ ഞാൻ തോട്ടയിട്ട് എത്തി വാങ്ങുന്നത്? ഞാൻ ചെന്നേ ഒരു നാരങ്ങ പിഴിഞ്ഞാലും ഉപ്പിട്ട് കൊടുക്കാം, നല്ല ക്ഷീണം കാണും. അതെ, അതിൽ ലേശം പഞ്ചസാര ഇട്ട് എനിക്കും ഒരു നാരങ്ങ വെള്ളം എടുത്തോ, നല്ല ക്ഷീണം. അതിന് നിനക്കതിന് മാത്രം അടിയൊന്നും കൊണ്ടില്ലല്ലോ. ഇടയ്ക്കിടയ്ക്ക് കൊള്ളുകയും ചെയ്തു, കാണുകയും ചെയ്തു. കണ്ടവർക്ക് കുടിക്കാൻ അതിന് മാത്രം നാരങ്ങ ഒന്നും ഇവിടെ ഇല്ല. എഴുന്നേറ്റ് പോടാടുന്നു. എന്തോന്നടാ ഇത്? രാവിലെ തന്നെ മാറില്ല. ആവശ്യമുണ്ട് സുഗുണ, 2 അടിച്ചിട്ട് നമുക്ക് സംസാരിക്കാം. എടാ അനിയ, മദ്യത്തിന്റെ കുപ്പിയിൽ എഴുതി വച്ചിരിക്കുന്നത് നീ വായിച്ചിട്ടുണ്ടോ? മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന്. ഓ പിന്നെ, വല്ലപ്പോഴും 2 കഴിച്ചു എന്ന് വെച്ചാൽ ഒന്നും വരാൻ പോകുന്നില്ല. അത് പെണ്ണ് കെട്ടാത്ത നിനക്ക്. പെണ്ണ് കെട്ടിയ എനിക്ക് ഒരു പെഗടിച്ചാലും ഒരു ഫുൾ അടിച്ചാലും സുലോചനയുടെ കിട്ടുന്ന അടി എനിക്ക് ഹാനികരം തന്നെയാണ്. സുഗുണ, എന്റെ ഒരു ആഗ്രഹം. എന്താ എനിക്ക് അടി കിട്ടുന്നതാ? അല്ല, പിന്നെ എന്റെ പറ്റി സുഗുണ 2 കഴിച്ചേ പറ്റും. സത്യം പറ, നീ ഇത് എവിടെ നിന്ന് അടിച്ചു മാറ്റിയ പൈസ? ഇത് അടിച്ചു മാറ്റിയൊന്നും അല്ല, എന്റെ പുതിയ പടത്തിന് അഡ്വാൻസ് കിട്ടിയ പൈസ. പുതിയ പടം എന്ന് പറയുന്ന കേട്ടാത്തൊന്നും ഇതിനു മുമ്പ് 10-100 പടം ചെയ്തു തന്നു. എടാ ശിവ, സത്യം പറ, ഇങ്ങനെ വെള്ളം അടിക്കാൻ വേണ്ടി മാത്രം നിനക്ക് എന്താ പ്രശ്നം? അതോ ഏതെങ്കിലും റോഡിന്റെ പണി നീ കോൺട്രാക്ട് എടുത്തോ? അല്ല, കോൺട്രാക്ടർമാരൊക്കെ ഇങ്ങനെയാണ്. അത് പിന്നെ എനിക്കൊരു പെണ്ണിനെ ഇഷ്ടമാണ്. നീർക്കോലിക്കും സിൽക്കാരമോ? അതല്ല, പിന്നെ അവൾക്ക് വേറെ കല്യാണം ആലോചിക്കുക. വിവരമുള്ള തന്തേം തള്ളേ. എനിക്ക് അവളെ വിട്ടുകളയാൻ വയ്യ സുഗുണ, എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരണം. അത് ശരി, പെൺവിഷയത്തിൽ ഞാൻ നിന്നെ ഉപദേശിക്കണോ അല്ലേ? നാണമില്ലടാ എന്നോട് ഈ സമയത്ത് ഇതൊക്കെ വിളിച്ച് പറയാൻ? അങ്ങോട്ടല്ല, ബാറിനകത്തോട്ട് 2 അടിച്ചിട്ട് നമുക്ക് സംസാരിക്കാം. നിന്നെ ഇന്ന് ഉപദേശിച്ച് കൊല്ലും. പ്രേമിച്ച പെണ്ണിന്റെ കല്യാണം എന്നും പറഞ്ഞ് വെള്ളം അടിക്കാൻ നടക്കുന്നു. നാണമില്ലടാ നിനക്ക്? എന്നെ പോലെ തന്റെ ഇടം വേണോടാ, തന്റെ ഇടം. എടാ ശിവ, നീ ആ വെള്ളം അടിക്കുന്നവനെ കണ്ടില്ലേ? അവനാണ് പച്ചക്കറി കടയിൽ പ്രശ്നം ഉണ്ടാക്കിയ ഗുണ്ട. ഇന്ന് മൂടില്ലടാ, നാളെ അടിക്കാം. നീ ഇതെങ്ങോട്ട് പോകും? എന്നെ കൊണ്ടുപോയി കൊല്ലാൻ കൊടുക്കരുത്. വീട്ടിൽ അവള് മാത്രമേ ഉള്ളൂ.
എനിക്കത് ജോലിയുടെ സാറിനോട് ക്ഷമിക്കണം. ഓക്കെ, ക്ഷമിച്ചിരിക്കുന്നു. കൂട്ടുകാരായ ഗുണ്ടകൾ നിർബന്ധിച്ചപ്പോ അറിയാൻ രണ്ടെണ്ണം അടിച്ചുപോയി. ഇനി മേലത് ആവർത്തിക്കില്ല. ഹേയ്, അതൊന്നും കുഴപ്പമില്ല. സാറ് വാ, കഴിക്കാൻ എന്താ വേണ്ടെന്ന് വെച്ചാ പറഞ്ഞാ മതി. സപ്ലയർ സാറിന് എന്താന്ന് വെച്ചാ കൊടുക്ക, പിന്നെ ബില്ല് എന്റെ പേരിൽ എഴുതിയാ മതി. അയ്യോ, അതൊന്നും വേണ്ട. അത് പറഞ്ഞാ പറ്റില്ല സാർ, എന്തെങ്കിലും കഴിക്കണം പ്ലീസ് സാർ, പ്ലീസ് പ്ലീസ്. ഒന്നും ഈ വൃത്തികെട്ട മോന്ത ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. വഴിയില്ല, എന്നെ ഇന്നലെ പ്രസവിച്ചേ ഉള്ളൂ. സാറോ? ഇവനോ? എന്തോ വശപ്പശ കൊണ്ട് കൂടെ കൂടുന്നതാ ബുദ്ധി. സോഡ ഇത്ര മതിയോ സാർ? ഈ ഇരിക്കുന്ന ശിവസാറാണ് വിദ്യാഭ്യാസത്തിന്റെ ഗുണം എനിക്ക് മനസ്സിലാക്കി തന്നത്. എന്നെ ഉന്നത വിദ്യാഭ്യാസം നേടാനായിട്ട് പഠിപ്പിക്കുന്നത് സാറാണ്. ഈ ഉന്നത വിദ്യാഭ്യാസം എന്നൊക്കെ പറയുമ്പോ ഏതുവരെയാ? ഹരിശ്രീ ഗണപതായേ നമഃ. ഒന്നും അറിയില്ലായിരുന്നല്ലോ. ആദ്യാക്ഷരത്തെയും തുടങ്ങാം ഞങ്ങള്. കൊള്ളാം. ഇപ്പൊ ഏതുവരെ പഠിച്ചു? ഹരി കഴിഞ്ഞു. സ്ത്രീക്ക് ചുറ്റിക്കെട്ട് കുറച്ച് കൂടുതലായതുകൊണ്ട് വേറൊരു സ്ത്രീ ശരിയാക്കി തരാമെന്ന് ഏറ്റിരിക്കുക സാർ. സാറും കൊള്ളാം, കുട്ടിയും കൊള്ളാം. അല്ല, ഇവരാരും ഒന്നും മിണ്ടില്ലേ? ഇവരങ്ങനെ അധികം സംസാരിക്കാറില്ല. എന്നാലും തടിയന്റെ പേരെന്താ? അധികം സംസാരിക്കാറുണ്ടോ? സാറിനെന്താ വേണ്ടേ? സാറിന് വേറൊന്നും വേണ്ട, പ്രേമിച്ച പെണ്ണിനെ കെട്ടണ അത്രേ ഉള്ളൂ. ആരാ സാറിനെ ചോദിച്ചത്? കൊല്ലും ഞാൻ അവിടെ. എന്റെ ഫൽഗുണ, നീ ഒന്ന് അടങ്ങ്. എന്നെ ആരും ചതിച്ചിട്ടില്ല. ആ കുട്ടിക്ക് വേറെ കല്യാണം ആലോചിക്കുന്നു, അത്രേ ഉള്ളു പ്രശ്നം. വാടാ, ഇതിന്റെ പേര് സാറിന്റെ മനസ്സ് വേദനിക്കാൻ നമ്മൾ അനുവദിച്ചുകൂടാ. കണ്ണുടച്ച്. ആരാ ശിവ ഇത്? അറിയില്ലേ? പേര് കേട്ട ഗുണ്ടയാ, ഫൽഗുണൻ ഗുണ്ട. അങ്ങനെ സത്യം പറയാലോ, ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ഗുണ്ടയെ ജീവനോട് നേരിട്ട് കാണുന്നത്. ആരാ സാറേ ഇത്? ഇത് നമ്മുടെ സുഗുണന്റെ ഭാര്യ സുലോചന. നീയാണല്ലേ എന്റെ സുഗുണനെ മൂക്കുകൊണ്ട് ഇഷ്ട വരിപ്പിക്കുന്നവന്റെ വൃത്തികെട്ട ഭാര്യ. നിന്നെ ഒന്ന് കാണാൻ വേണ്ടി കാത്തിരിക്കാനടി ഞാൻ. ഇനി എന്റെ സുഗുണനെ ദേഹോദരം ഏൽപ്പിച്ച കയ്യും കാലും വെട്ടി പാട്ടിക്കിട്ട് കൊടുക്കണേ ഞാൻ. സാറ് പേടിച്ചു പോയോ? ഇതൊക്കെ എന്റെ വെറും ആക്ടിങ് അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു എന്റെ ആക്ടിങ്? സമ്മതിച്ചിരിക്കും. ഗുണ്ടയാണെങ്കിലും നല്ല ഉഗ്രൻ ആക്ടിങ്. ഇതാണ് സാർ ഗുണ്ട ആക്ട്. പിള്ളേരെ രണ്ടിനും കൊലയ്ക്ക് കൊടുത്തിട്ട് രണ്ടും കൂടെ മരുന്ന് വാങ്ങിക്കാൻ തർക്കിക്കുന്നുണ്ടില്ലേ? ചത്തുപോയിരുന്നെങ്കിൽ ഈ ഒരു തർക്കം കാണില്ലായിരുന്നല്ലോ. സമാധാനായിട്ട് വിലാപയാത്രയായി രണ്ടുപേർക്കും പോയിരുന്നല്ലോ. മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ വയറ്റിൽ കിടക്കണം. വെറുതെ അനാവശ്യം വിളിച്ച് പറയരുത്. വയറ്റിൽ കിടക്കണോ? ആരുടെ വയറ്റില്? അതെ, രണ്ടുപേരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചോ. നിങ്ങളുടെ രണ്ടിന്റെ മുഖത്ത് നോക്കി രണ്ട് വർത്താനം പറയാൻ 3 പക്കടിക്കാനുള്ള അനുവാദം ഞാൻ സുലേഖനയുടെ വാങ്ങിച്ചിട്ട് ഇങ്ങോട്ട് വന്നത്. നീ വീട്ടിൽ പോടാ, ആശുപത്രിയാടാ ഇത്. പോകാൻ ചേച്ചി, പക്ഷെ ഞാൻ പറയാനുള്ളത് പറഞ്ഞിട്ടേ പോകൂ. ഇന്നെന്റെ ആഘോഷമാണ്. ഇതെന്താ ഇത്ര എണ്ണം എടുത്തത്? എനിക്ക് ഷുഗർ ഉണ്ട്. അത് ശരി, എന്റെ ആഘോഷം ചേട്ടൻ ആചാരമായി മാറാതിരുന്നാ മതി. എടുക്കുക ചേച്ചി. ലോങ് 5 ഇയേഴ്സിന്റെ കാത്തിരിപ്പിന് ശേഷം ഞാനൊരു അച്ഛനാകാൻ പോവുകയാണ്. എടുക്ക്. താങ്ക് യു. വെൽക്കം. ഇങ്ങനെയൊക്കെ നടന്നാ മതി, ഒരു കുഞ്ഞിക്കാല് കാണണ്ടേ? പിന്നെ കല്യാണം ആലോചിച്ചോണ്ടിരിക്കുക. കല്യാണം ആലോചിക്കുന്നുള്ളൂ. ലഡ്ഡു തിന്ന്. പരമ കഷ്ടം. കഴിഞ്ഞ ജന്മത്തിൽ നമ്മുടെ ശത്രുവാണ് ഈ ജന്മം നമ്മുടെ മക്കളായിട്ട് ജനിക്കുന്നു എന്ന് പറയപ്പെടുന്നത്. അടുത്ത ജന്മത്തിൽ നമ്മുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിരിക്കും എന്റെ ഇളയ മകൾ. താങ്ക് യു. പേര് ടിൻഡുമോൾ. ഞാനിവിടെ ഉണ്ട്. എന്റെ ഭാര്യ പ്രഗ്നന്റ് ആണ് സർ. താങ്ക് യു. എന്തിന്? സോറി, ലഡു എടുക്കണം. തെറ്റിപ്പോയി. ഈ കളവിയോട് എന്തിനാ താങ്ക് യു പറയുന്നത്? ചേച്ചി, എന്താടാ ലഡു ഒക്കെ? അറിഞ്ഞില്ലേ സുഗുണൻ അച്ഛനാവാൻ പോകുന്നു? അയ്യോടാ, രാവിലെ വീട്ടിൽ വന്നപ്പോ നീ പറഞ്ഞില്ലല്ലോടാ. ഇപ്പോഴല്ലേ ടെസ്റ്റിന്റെ റിസൾട്ട് കിട്ടിയത്. കിട്ടിയ ഉടനെ ഞാൻ നേരെ വീട്ടിൽ പോയി സുലോചന എടുത്ത് കാര്യം പറഞ്ഞ് ലഡുവും വാങ്ങി ഇങ്ങ് പോന്നു. നന്നായി, എന്തായാലും നന്നായി. എനിക്ക് സന്തോഷമായി. ഇതെന്താ ചേച്ചി പതിവില്ലാതെ? എങ്ങോട്ടാ ഇത്? തുള്ളിച്ചാടി വരികയാണോ? അങ്ങോട്ട് വരികയല്ലായിരുന്നോ ഞാൻ? ഒരുപാട് സൂക്ഷിക്കേണ്ട സമയമല്ലേ ഇത്? എന്തായാലും ചേച്ചിക്ക് ഒത്തിരി സന്തോഷമായി. ഞാൻ പറഞ്ഞത് കേട്ടല്ലോ. വന്നേ പറയട്ടെ. അല്ല, നിനക്ക് വേണ്ടി വാങ്ങിച്ച കുറച്ച് പലഹാരങ്ങളാ. സ്വന്തം ബന്ധമെന്നൊക്കെ പറയാൻ നിങ്ങളൊക്കെയല്ലേ ഉള്ളൂ. എന്തിനാ ചേച്ചി ഇതൊക്കെ മേടിച്ച് വെറുതെ കാശ് കളയുന്നേ? ചേച്ചി ഇത് കൊണ്ടുവന്ന് പിള്ളേർക്ക് കഴുത, നിനക്കായിട്ട് വാങ്ങിയ സാധനം നീ എന്തിനാടി കൊച്ചുങ്ങൾക്ക് കൊടുക്കുന്നത്? ചേച്ചി പിള്ളേർക്ക് വേറെ വാങ്ങിച്ചു കൊടുക്കും അല്ലേ? ചേച്ചി, ചേച്ചി ഒന്ന് വന്നേ. എടാ കൈവിടാ സുഗുണ. എനിക്ക് സുലോചനയുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയാൻ. വേണ്ടായിരുന്നു. കുറച്ച് നാൾ ഇവിടെ ഒന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട. ആഹാരമൊക്കെ ഞാൻ അവിടെ വെച്ച് ഇങ്ങോട്ട് കൊടുത്തേക്ക്. അല്ലെ വേണ്ട, ഈ വീട് അങ്ങ് പൂട്ടിയേക്ക്. നീ കൂടെ അവിടെ വന്ന് നിന്നാ മതി.
അവിടെ ആവുമ്പോ അമ്മമാരുടെ ഒരു നോട്ടം ഉണ്ടാവുമല്ലോ അല്ലെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എടി അമ്മമാരുടെ നോട്ടം ഉണ്ടാവുന്നാണ് ചേച്ചി പറഞ്ഞത്. അങ്ങനെയല്ലേ ചേച്ചി? അതേന്ന്. അല്ല അതിനെന്തിനാ ഈ വീട് പൂട്ടിയിടുന്നേ? എടി വീട് പൂട്ടിയിട്ടാലല്ലേ അമ്മയ്ക്ക് നിന്നെ നോക്കാൻ പറ്റൂ. അമ്മയെ പൂട്ടിയിട്ട് കഴിഞ്ഞാൽ വീടിനെ നോക്കാൻ പറ്റുമോ? ചേച്ചി വന്നേ. വെപ്രാളം പിടിക്കാതടാ. ഒരു കാര്യം സീരിയസ് ആയിട്ട് പറയുമ്പോഴാ എത്രയും പെട്ടെന്ന് ഒരു ഗൈനക്കോളജിസ്റ്റ് കൊണ്ടത് കാണിക്കണം. ലേറ്റ് പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ബി കോംപ്ലക്സും ഫോളിക് ആസിഡും ഇപ്പോഴേ വേണോന്ന് ചോദിക്കണം. കടുത്ത ജോലികളൊന്നും ചെയ്യാൻ പാടില്ല. നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായി കാണണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഞാനാ. അങ്ങനെ അച്ഛനും അമ്മയും ആവുമ്പോഴെങ്കിലും രണ്ടുപേർക്കൊരു പക്വത വരുമല്ലോ. ഓഫീസിൽ സുഗുണൻ ലഡു കൊണ്ടുവന്നപ്പോ ആ നിമിഷം ഓടി എത്തണമെന്ന് വിചാരിച്ചതാ ഞാൻ.